എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്നേ ഫ്രണ്ട്സായിട്ടൊന്ന് ജസ്റ്റ് പുറത്തേക്ക് പോവാണ്. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലുലുവിൻ്റെ ഒരു ഓഫർ അടക്കണില്ലേ, ഫ്ലാറ്റ് 50% ഓഫർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് പോണത്, അതായത് വൈമാളിക്ക്. ലുലുവിൻ്റെ ചെറിയൊരു മാളാണ് തൃപ്രയാറിലെ വൈമാൾ. അപ്പോൾ ഞാൻ ചെക്കന്മാരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, ജസ്റ്റ് അങ്ങനെ പോകണം. പിന്നെ അതേപോലെ ചെറിയ പർച്ചേസിങ് ഉണ്ട്, അങ്ങനത്തെയൊക്കെയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ചെക്കൻ പോവുകയാണ്. അപ്പോൾ അവനക്ക് ജസ്റ്റ് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ഞാൻ കുറച്ച് നേരമായി ഡ്രസ്സൊക്കെ മാറിയിട്ട് 5:30 വരുമെന്ന് പറഞ്ഞാണ്. ഇതുവരെ ആയിട്ടും എത്തിയിട്ടില്ല. ഇപ്പോൾ സമയം നോക്കി ഒരു 6:30 വരുമെന്ന് പറഞ്ഞത്. ഇപ്പോൾ 6:45. അപ്പോൾ എപ്പോഴാണ് വരികയെന്ന് അറിയില്ല, വെയിറ്റ് ചെയ്ത് നിൽക്കണേ. നമുക്ക് വിളിച്ചോക്കാം അൻസാറാണ് വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുവരെ അവൻ എത്തിയിട്ടില്ല കേട്ടോ. നമുക്ക് വിളിച്ചോക്കാം എന്താ പറയണത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് കാണുക ജസ്റ്റ്. എന്താ പറയണ നമുക്ക് കേൾക്കട്ടെ. എത്തിയാ വീട്ടിൽ നിന്ന് ഓക്കെ ഞാൻ പോയിട്ട് നടക്കാം. അപ്പോൾ അവന് റെഡി ആയിട്ടുണ്ട്, എന്നോട് വരാനാ പറയണത്. അപ്പോൾ ബാക്കിയുള്ള ചെക്കന്മാരൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ ഒന്ന് എല്ലാവരും കാണട്ടാ. ആശുപത്രി വിളിച്ചാ വിളിച്ചിട്ട് ഇവനാണ് നേരം വൈകിയ ആള്. ഞാൻ പഞ്ചിലാണ് കറക്റ്റ് 6:58 6:30 എത്തുന്ന പറഞ്ഞാ നമുക്ക് മനുഷ്യനല്ലേ പുള്ളി തന്നെ എന്റെ പടി തന്നെ. ഇതാണ് കൂട്ടത്തിൽ 2ാമത്തെ അല്ല 3ാമത്തെ ഉസ്താൻ. ഫോട്ടോ കണ്ടില്ലേ? ഫോട്ടോ നോക്കിച്ചോ. ഞാൻ അടുത്ത ആൾക്ക് വിളിക്കാം. ഫവാസ് ഞാൻ വിളിക്കുന്നല്ലോ പറഞ്ഞത്. ഞാൻ ആശുപത്രി വിളിക്കാം. എവിടെ ഡ്രസ്സൊക്കെ മാറിയില്ലേ? ഓക്കെ പെട്ടെന്ന് വാ. അടുത്ത വൈമാളി സൂചിത സ്ഥലം അറിയണ്ട്. അയ്യോ ഇനിയിപ്പോ സൂചിത സ്ഥലം കൊടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഇനി അടുത്ത ആളെ എടുക്കാൻ പോവാ. ഐഡിയയില് മറ്റേ രാത്രി ആളിൽ വിടല്ലേ. പറഞ്ഞ ഒരാളെ കണ്ടു വന്ന് മറ്റേ വീഡിയോ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. പാർക്കിംഗ് ഫുള്ളാണ്. പരിപാടിയൊക്കെ ഉണ്ടല്ലോ.
നല്ല നെയ്ച്ചോറ് ബീഫ് ഞാൻ കളഞ്ഞു. എവിടുന്ന് കല്യാണം നെയ്ച്ചോറ് ബീഫ് വെറും ഒന്നല്ല കളഞ്ഞു. നെയ്ച്ചോറ് ബീഫ് അഞ്ചാണ്ടില്ലേ? ആ എന്തേ അതെ വരണ ഞങ്ങളെ കാജാജി സ്ഥലം നോക്കും ഓടിക്ക അവര് വന്നിട്ട് പൊട്ടിക്കാടാ. അവർ പൊട്ടിച്ച പ്രശ്നമില്ലല്ലോ. എന്തേ അങ്ങോട്ടാ ഇവിടെ എത്ര പൈസ കൊടുക്കുന്നാലും വെറുതെ സുഖം കിട്ടില്ല. കാണാനേ മോഹൻലാലിനെ പോലെ ഇവനെ പറഞ്ഞു കേട്ടോ. കേക്കണ്ട ഞങ്ങൾക്ക് നോക്കും. അതിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട്. അതിന് മടിയാൻ സോസ് പൊട്ടിക്കാൻ വരെ മടിയാണ് അവനിക്ക്. ഞാൻ ക്യാമറ ഒക്കെ പറഞ്ഞില്ല. ഞാൻ പോക്കിന്റെ ചെലവായിട്ട് കൂട്ടിയിട്ട് എല്ലാരും കൂടി സ്മരിക്കുക. മനസ്സിനോട് മനസ്സിലായി കൊറേ ഇതായില്ല കഴിച്ചിട്ട് ഞാൻ കഴിക്കട്ടെ. അൻസാരേ ഉസ്താനെ പറഞ്ഞ കേട്ടാ മോഹൻലാലിന്റെ പോലെ ഉണ്ടെന്ന്. പീശ അടിച്ച മോഹൻലാൽ കേട്ടാ മോഹൻലാല്. അൻസാറേ എങ്ങനെയുണ്ട്? പറ്റിച്ച് ചെറുതെന്ന് പറ്റിച്ച് വിശപ്പ് കൂടി. അങ്ങനത്തെ പ്രശ്നമുണ്ട്. ബാഗ് എടുക്കാൻ മറക്കണ്ട, കയ്യും കഴുകാം. മൈക്ക് എടുക്കായിരുന്നിട്ടാ ഇതേപോലത്തെ നോട്ടത്തിലുണ്ട്. കൈ കഴുകിയിട്ട് മുഖം ഇളക്കിട്ടാക്കുക. വേറൊരു മമ്മൂട്ടി അല്ല മോഹൻലാല്. വീശ കളഞ്ഞ മോഹൻലാല്. അതെ ഓളക്ക് 50 രൂപ. ഇവിടെ മറ്റേ ജ്യൂസ് ആകെ എടുത്തത് കോലെടുക്കുന്നുണ്ട്. കാൽസ്യക്ക് 75 രൂപ. 75. കുറേ അരിപ്പൊടി വാങ്ങി ഇപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ബില്ലടിക്കാൻ വേണ്ടി പോവാണ്.
ഫുഡ് കോർട്ടിൽ പോയി ഫുഡൊക്കെ അടിച്ച് നമുക്ക് ബില്ലടിക്കാം, നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി ഇതിലേക്ക് ഒരു സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ട്രോളിയിൽ പെപ്സിയാണ് കൂടുതൽ. പെപ്സി അരിപ്പൊടി അല്ല, സോറി, കൊക്കക്കോള, തെറ്റിയതാട്ടാ. കോളക്ക് അപ്പോൾ അതെ, ഇപ്പൊ എല്ലാവർക്കും ലൈസൻസ് ഇല്ലാട്ടാ. മറ്റേ മന്ത്രിയൊക്കെ മാറിയിട്ടാ, പണ്ടത്തെ ആളല്ല. അപ്പൊ നമുക്ക് ഈ വണ്ടി അവിടെ നമുക്ക് കാണാൻ ബാക്കിയത്. അപ്പോൾ നമ്മളെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവരുടെ വീട്ടിലേക്ക് പോയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം കുറച്ച് ലേറ്റായി ഇങ്ങനെ വരുമ്പോൾ, വീട്ടിലേക്ക് എത്തുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിന് നല്ല വീഡിയോ ആയിട്ട് അമ്മഞ്ഞ് വരുന്നതാണ്. 2024 ഞങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ ഈ ചാനലുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടാ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം.